DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026-27 വർഷത്തേക്കുള്ള പുതിയ സംസ്ഥാന സർക്കാരിൻ്റെ പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള മിഷൻ സമുദ്ര പോലുള്ള വമ്പൻ പദ്ധതികളൊക്കെ പുതിയ ബജറ്റിലുണ്ട്. അതേസമയം കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ച ചില ആനുകൂല്യ പദ്ധതികൾ തുടർന്നു പോകുന്നതിനുള്ള ഫണ്ട് പുതിയ ബജറ്റിൽ നൽകിയിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 18 ലക്ഷത്തോളം വരുന്ന 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനാണ്. അതോടൊപ്പം യുവതീ-യുവാക്കൾക്ക് മത്സര പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നതിനായി മാസം 1000 രൂപ വീതം ലഭിക്കുന്ന കണക്ട് വർക്ക് സ്കോളർഷിപ്പിനും ഈ ബജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടില്ല. ഇതോടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ച മാസം 1000 രൂപ വീതം ലഭിക്കുന്ന ഈ രണ്ട് ക്ഷേമ പദ്ധതികളും മരവിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ജൂൺ മാസത്തെ ഉൾപ്പെടെ ഈ പദ്ധതിയുടെ ആനുകൂല്യം അക്കൗണ്ടുകളിൽ വരുന്നതല്ല. കഴിഞ്ഞ 2 മാസങ്ങളിലും ഈ ആനുകൂല്യം അക്കൗണ്ടുകളിൽ വന്നില്ലായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന നാളുകളിൽ വോട്ട് ലഭിക്കുന്നതിനായി കൊണ്ടുവന്ന പദ്ധതി എന്ന നിലയിൽ മാത്രമല്ല ഇവയ്ക്ക് ഫണ്ട് അനുവദിക്കാത്തത്. ഈ പദ്ധതിയിലെ ഗുണഭോക്താക്കളിൽ ഒട്ടേറെ അനർഹരുണ്ടെന്ന റിപ്പോർട്ടും സർക്കാരിന്റെ ഭാഗത്തെത്തിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ 35നും 60നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ആനുകൂല്യം നൽകുന്നത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പലർക്കും നല്ല ജോലിയും സാമ്പത്തിക ശേഷിയും ഉണ്ടെന്നുള്ള വിവരങ്ങളൊക്കെയാണ് സർക്കാരിലേക്ക് പലരും എത്തിച്ചിരിക്കുന്നത്. നല്ല സാമ്പത്തിക ശേഷിയുള്ള വീടുകളിൽ നിന്നുള്ളവരും ഗുണഭോക്തൃ പട്ടികയിലുണ്ട്. നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ളവയൊന്നും ഇതിൽ അംഗമാകുന്നതിന് പരിഗണിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി മൊത്തം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി ഗുണഭോക്താക്കളുടെ അർഹത കൃത്യമായി പരിശോധിച്ച് പദ്ധതി ഭാവിയിൽ മുൻപോട്ട് കൊണ്ടുപോയേക്കും. അതുകൊണ്ടാണ് സർക്കാർ ഇത് നിർത്തിയതായി പ്രഖ്യാപിക്കാത്തതെന്ന് കരുതുന്നു. സർക്കാരിന്റെ മുൻഗണന 6 മാസം കൊണ്ട് 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കുന്നതിലാണ്. 25 ലക്ഷത്തിന്റെ എല്ലാ കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതി, സൗജന്യ KSRTC യാത്ര, വിദ്യാർത്ഥികൾക്ക് 1000 രൂപ അങ്ങനെയുള്ള പദ്ധതികൾ 6 മാസത്തിനുള്ളിൽ സർക്കാരിന് ആരംഭിക്കേണ്ടതുണ്ട്. അതിനാൽ അധിക ബാധ്യത ആകുന്ന പദ്ധതികൾ തൽക്കാലം മരവിപ്പിക്കാനുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. അധികാരത്തിലേറി 1 മാസം പിന്നിടുമ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന പദ്ധതികൾ ഒഴിവാക്കാനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. 35 വയസ്സിന് മുകളിലുള്ളവർക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ പെൻഷൻ പദ്ധതികൾ ഖജനാവിന് നഷ്ടമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ 2 പദ്ധതികളുടെയും തുടർ നടപടികളെക്കുറിച്ചോ വിതരണത്തെക്കുറിച്ചോ സർക്കാരിൻ്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തു നിന്ന് പുതിയ അറിയിപ്പുകൾ ഉണ്ടായാൽ അത് കൃത്യസമയത്ത് പൊതുജനങ്ങളെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.